അങ്ങനെ ഒരു പ്രാങ്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ടീംസ് അവിടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോറ അടങ്ങുന്ന പവർ ടീം ഫുള്ളായിട്ട് വന്നിട്ട് ഇവരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? ഗസ്റ്റ് വന്ന് ഞങ്ങളോട് കംപ്ലയിൻറ്റ് പറഞ്ഞു, നിങ്ങളുടെ സർവീസ് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് ഗസ്റ്റ് കംപ്ലയിൻറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് കയറിയിട്ട് ഇവരെ വഴക്ക് പറയുകയാണ്. അപ്പോൾ പ്രാങ്കും ഇതും കൂടെ ആയിട്ട് അങ്ങ് ഏറ്റുപിടിച്ച് വലിയൊരു കോലാഹലം തന്നെ അവിടെ ഉണ്ടായി. പിന്നെ അവരങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. നന്ദന ഋഷീനെ പറയാൻ തുടങ്ങി, അപ്സര അവരും നോറക്കിട്ട് വെച്ച ആ ഒരു ഏണി വേറെ പലരിലേക്കുമാണ് ചെന്നത്. അവിടെ പ്രാങ്ക് ആണെന്നുള്ള കാര്യം അവിടെ മറന്ന് ഭയങ്കരമായിട്ട് അവിടെ അടിപൊട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി. അവിടുന്ന് അടി ഇവിടുന്ന് അടി. അപ്സര അവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നു, നന്ദനം വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ അധികം സംസാരിക്കാത്ത അഭിഷേക് വരെ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. സൗണ്ട് ഉയർത്തി സംസാരിച്ചു. നിങ്ങൾ പതുക്കെ സംസാരിക്കുക, എന്തിനെങ്ങനെ അലമ്പുന്ന? ഒരാൾ സംസാരിക്കുക. ഇവർ 3 പേരും ഒരേ സമയത്ത് അങ്ങോട്ട് സംസാരിക്കുക. കാരണം നോറയെ പ്രവോക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവർക്ക് കിട്ടിയ ടാസ്ക്. അവർ മാക്സിമം അങ്ങോട്ട് എല്ലാവരും ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ എല്ലാ സൈഡിൽ നിന്നും ആക്രമിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ നോറക്കിട്ട് വെച്ചത്, നോറ ഒഴികെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയത് ഋഷിക്കാണ്. ഋഷിക്ക് അത് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടായി. കാരണം ഋഷി വന്നിട്ട് അപ്സരയുടെ അടുത്ത് ഈ ദേഷ്യത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അഭിനയമൊക്കെ നന്നാവുന്നുണ്ട്, നീ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ട്, നിൻ്റെ അഭിനയം അടിപൊളിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അപ്സര ഋഷിയോട് പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ അറിയാത്തതിൻ്റെ ചുരുക്കല്ലേ, അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു. ഇതങ്ങ് ഋഷി കയറി പിടിച്ചു. എൻ്റെ കഞ്ഞിയിൽ നീ പാറ്റിയിടരുത്, എൻ്റെ ചോറിനെ വെച്ച് നീ എന്നെ അധിക്ഷേപിക്കരുത്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രവോക്കാക്കുക, നോക്കിക്കോ എന്നെ, പക്ഷേ എൻ്റെ ആഹാരമാണ് എൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടാണോ നിങ്ങൾ എന്നെ ആക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഋഷിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവിടെ കിടന്ന് ഋഷി. അപ്പോൾ സാബുമോൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ശരിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അപ്സര പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ പറഞ്ഞു, ഋഷി എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് നിൻ്റെ അഭിനയം കൊള്ളാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ ഋഷിയോട് പറഞ്ഞു, നിനക്ക് അഭിനയിക്കാൻ പറ്റാത്തതിൻ്റെ ഇതല്ലേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ സാബുമോൻ പറയുന്നുണ്ട്, ഇതെൻ്റെ പ്രാങ്ക് ഇതല്ല കേട്ടോ, ഇത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിൽ എന്നെ വലിച്ചിടരുത്. ഞാൻ ഉദ്ദേശിച്ച ഒരു ഫണ്ണായിട്ടുള്ള ഒരു രീതിയിൽ ഇത് തീരുന്ന രീതിയിലുള്ളൊരു പ്രാങ്കാണ് എനിക്ക് കാണാൻ ആഗ്രഹം. അത് ഞാൻ നോറേനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞതും. പക്ഷേ ഇത് നിങ്ങൾ വേറെ ഏതോ ലെവലിലേക്കൊക്കെ പോയി പ്രാങ്കും വിട്ട് അതിൻ്റെ മേലേക്ക് പോയി, ഇതിൽ എനിക്ക് പങ്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സാബുമോൻ നൈസായിട്ട് കൈ കഴുകി പോകുന്നുണ്ട് അവിടുന്ന്. ഋഷി എന്നിട്ട് നേരെ വന്ന് ആ ചെയറിലിരുന്ന് ഇവരെ നോക്കി വീണ്ടും 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 പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നന്ദനയൊക്കെ വന്ന് സോറി പറയുന്നുണ്ട്. ഋഷി അത് കേൾക്കാൻ പോലും കൂട്ടാകുന്നില്ല. എനിക്ക് ആരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ എന്ത് വെച്ച് വേണമെങ്കിൽ എന്നെ കളിയാക്കിക്കോ, പ്രകോപിപ്പിച്ചോ, പക്ഷേ എൻ്റെ ആഹാരമാണ് എൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾ എന്നെ ആക്കുന്നത് എനിക്കിഷ്ടമല്ല, ഒരിക്കലും അത് ചെയ്യരുതെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഋഷി ചൂടാവാണ്. അപ്പം മാൻസിബ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഋഷീനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ അവരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുള്ളൂ, നീ ആ ചെയർ എടുത്ത് കുറച്ചു നേരം തിരിഞ്ഞിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഋഷി എന്ത് ചെയ്താൽ ആര് പറഞ്ഞാലും കൂട്ടാക്കാതെ ഈ ഒരു ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ലിവിങ് ഏരിയയിലേക്ക് വിളിച്ചു. പിന്നെ അന്നേരം സാബുമോ വന്നിരുന്ന് നോറയോട് ചോദിക്കുകയാണ്, ശരിക്കും നോറക്കിട്ടാണ് ഞങ്ങൾ വെച്ചത്, വല്ലതും ഏറ്റവും എന്ന് വെച്ചാൽ. അപ്പോൾ നോറ പറഞ്ഞു, ചേട്ടാ എൻ്റെ കരയുന്ന ടൈമൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ടായിരുന്നു, പണ്ട് ഇവരെന്ത് പറഞ്ഞാലും ഞാൻ കരയുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ കരയില്ല, ഇപ്പം ഞാൻ എല്ലാം കണ്ടും കേട്ട് തഴമ്പിച്ചു, ഇതിലും വലുത് ഞാനിവിടെ നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എന്തൊക്കെ എന്നെ പ്രവോക്ക് ചെയ്താലും ഞാൻ കരയില്ല. അപ്പോൾ സാബുമോൻ പറഞ്ഞിട്ടുണ്ട്, പിടിച്ചു നിന്നല്ലേ, മൈൻഡൊക്കെ കട്ടിയായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ടാസ്ക് എന്ന് വെച്ചാൽ ഇതിൽ ഗസ്റ്റ് വന്നിട്ട് ഏറ്റവും കൂടുതൽ കോയിൻ ഏത് ഗ്രൂപ്പിനാണോ കൊടുക്കുന്നത് ആ ഗ്രൂപ്പായിരിക്കും വിന്നർ. അപ്പോൾ ഇതിനകത്ത് കിട്ടിയത് ഡെൻ ടീമിനാണ്, അതായത് ജിൻഡോ, അർജുൻ, ശ്രീതു അടങ്ങിയ കുക്കിംഗ് ടീമിനാണ് ഏറ്റവും കൂടുതൽ കോയിൻ കൊടുത്തതും ഗസ്റ്റിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോയിൻ കൊടുത്ത ടീം. അങ്ങനെ അവരാണ് ഈ ടാസ്കിൽ വിൻ ചെയ്തത്.